ഗൈനക്കോമാസ്റ്റിയ ശരിക്കും എന്താണ്? എൻ്റെ പേര് ഡോക്ടർ നിഹാൽ യൂസഫ്, വിസിറ്റിംഗ് കൺസൾട്ടൻറ്റ് കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജൻ, ക്യൂട്ടിസ് ഇന്റർനാഷണൽ. ആണുങ്ങളിൽ ചെസ്റ്റ് അല്ലെങ്കിൽ നെഞ്ചിങ്ങനെ തള്ളി നിൽക്കുമ്പോഴോ നിപ്പിളിൻ്റെ അവിടെ തള്ളി നിൽക്കുമ്പോഴാണ് ഗൈനക്കോമാസ്റ്റിയ പറയുന്നത്. ഭയങ്കര കോമൺ ആയിട്ടൊരു കണ്ടീഷനാണ്. 3 to 4 out of 10 മെയിൽസിൽ കാണുന്ന ഒരു കണ്ടീഷനാണ്. ഇത് കാരണം ഇതിന് ബുദ്ധിമുട്ടുണ്ടാവോ ലോങ് റണ്ണിൽ? ഒന്നും ഉണ്ടാവില്ല. പക്ഷെ വാട്ട് യൂഷ്വലി ഹാപ്പൻസ് ഇസ് ഇതിങ്ങനെ തള്ളി നിൽക്കുമ്പോൾ ആണുങ്ങൾക്ക് ഡ്രസ്സിങ്ങിന് ഒരു ഇഷ്യൂ ഉണ്ടാവും. അതായത് ടീഷർട്ട്സ് ഒക്കെ ഇടാനൊരു ചെറിയൊരു പ്രയാസം, അതിൻ്റെ പുറമെ ചിലപ്പോൾ ഒരു ജാക്കറ്റ് ഇടാൻ സാധ്യത കൂടുതലാണ്. ബീച്ചിൽ ഇറങ്ങാനോ സ്വിമ്മിംഗ് പൂളിൽ ടീഷർട്ട് ഇല്ലാതെ ഇറങ്ങാനോ ഒരു ചെറിയൊരു മടി ഉണ്ടാവും. ഈ ഒരു തള്ളി നിൽക്കുന്ന ബുദ്ധിമുട്ട് കാരണം അവരുടെ പോസ്റ്റർ ചിലവർക്ക് മാറാറുണ്ട്. അതായത് സ്ട്രെയിറ്റ് നിൽക്കുന്ന പകരം ഇങ്ങനെ ഒന്ന് ഹൺസ്റ്റപ്പ് ആയിട്ട് നിൽക്കും, ഇതൊന്ന് കവർ ചെയ്യാനായിട്ട്. ഇത് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത്? മെയിൻലി ഹോർമോണിലാണ്. അതായത് യൂഷ്വലി ഈ ടീനേജ് പ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും ആണുങ്ങളിൽ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണമാണ് യൂഷ്വലി ഗൈനക്കോമാസ്റ്റിയ കാണുന്നത്. ചിലവർ ജനറ്റിക് ആവാം, എക്സസീവ്ലി കൊഴുപ്പിൻ്റെ ഡെപ്പോസിഷൻ കാരണം ഉണ്ടാവാം. യൂഷ്വലി ജിം ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർ ചിലപ്പോൾ സ്റ്റീറോയിഡ് സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. ഗൈനക്കോമാസ്റ്റിയ എന്തുകൊണ്ടാണ്? മെയിൻലി 2 കോമ്പണൻസ് ഉണ്ട്. ഫാറ്റ്, അതായത് കൊഴുപ്പും, ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥി. ഫാറ്റ് നമുക്ക് വർക്കൗട്ടിലൂടെ ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാം. പക്ഷേ ഈ ഗ്രന്ഥി, അതായത് ഗ്ലാൻഡ്, യൂഷ്വലി ആ നിപ്പിളിൻ്റെ അടിയിലാണ്. അപ്പോൾ എത്ര വർക്കൗട്ട് ചെയ്താലും അത് പോകാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് കുറേ ജിം ട്രെയിനേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഈവൻ ദോ ഇത്ര വർക്കൗട്ട് ചെയ്തതിന് ശേഷം ആ ഗൈനക്കോമാസ്റ്റിയ സെറ്റിൽ ചെയ്യുന്നില്ല. മെയിൻലി ബിക്കോസ് അതിൻ്റെ അടിയിൽ ഗ്ലാൻഡ് ഉണ്ടാവില്ല, എസ്പെഷ്യലി ആ നിപ്പിളിൻ്റെ അടിയിൽ ഗ്ലാൻഡ് ഉണ്ടാവില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. ഡേ കെയർ പ്രൊസീജിയറാണ്. രാവിലെ വരുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകാം. ഇത് ചെറിയൊരു കീ ഹോളിലൂടെ നമുക്ക് ഈ കൊഴുപ്പ് വലിച്ചെടുക്കാം ലൈപ്പോസക്ഷൻ വഴി. അത് കൂടാതെ ഈ ഗ്രന്ഥി, അതായത് ഗ്ലാൻഡും പുറത്തേക്ക് എടുക്കാം. ഈ സർജറി കഴിയുകയാണെങ്കിൽ റിസൾട്ട്സ് പെർമനന്റ് ആണ്. ദാറ്റ് ഈസ് വൈ ഗൈനക്കോമാസ്റ്റിയ കറക്ഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ട്രീറ്റ്സ്. കാരണം ഇറ്റ്സ് എ ക്വിക്ക് പ്രൊസീജിയർ ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എവർ അഗൈൻ.